ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സീസണിൽ റയൽ മാഡ്രിഡ് മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റയൽ മാഡ്രിഡ് ജേണൽ ഒരു വലിയ ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. ക്ലബിൻ്റെ ഡ്രസ്സിംഗ് റൂമിനകത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായി അവർ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ റയൽ മാഡ്രിഡ് രണ്ടായി കൊണ്ട് പിരിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് താരങ്ങൾക്കിടയിൽ തന്നെ വിനീഷ്യസ് ജൂനിയർ വിഭാഗവും കിലിയൻ എംബപ്പെ വിഭാഗവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ വിനീഷ്യസ് ജൂനിയർക്കാണ് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത്. കിലിയൻ എംബപ്പയ്ക്ക് പിന്തുണ കുറവാണ് എന്നുകൂടി ഇപ്പോൾ ഈ റയൽ ജേണൽ അറിയിക്കുന്നുണ്ട്. അതായത് മിക്ക താരങ്ങൾക്കും വിനീഷ്യസ് ജൂനിയറോടാണ് താല്പര്യം. കിലിയൻ എംബപ്പയ്ക്ക് പരിക്കേറ്റ സമയത്ത് ടീം നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിരുന്നു. അവിടെ വിനീഷ്യസ് ജൂനിയറെ ഒരു ലീഡർ ആയിക്കൊണ്ട് അവർ കാണുകയും ചെയ്തിരുന്നു. നല്ല റിസൾട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കിലിയൻ എംബപ്പെ പരിക്കിൽ നിന്ന് മുക്തനായി വന്നതോടുകൂടി കാര്യങ്ങൾ മാറി മറിഞ്ഞു. റിസൾട്ട് മോശമായി. അതായത് ഒരു ലീഡർ എന്ന നിലയിൽ റയലിലെ താരങ്ങൾ കിലിയൻ എംബപ്പയെ പരിഗണിക്കുന്നില്ല. മറിച്ച് വിനീഷ്യസ് ജൂനിയറെ മാത്രമാണ് അവർ ഫോളോ ചെയ്യുന്നത്. കിലിയൻ എംബപ്പെ ക്ലബിനകത്ത് ഏകാന്തനാണ് എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത് കളിക്കളത്തിനകത്ത് തന്നെ വളരെയധികം വിസിബിൾ ആണ് എന്ന് കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ കിലിയൻ എംബപ്പയ്ക്ക് ജൂഡ് ബെല്ലിംഗ്ഹാമിനെ പോലെയുള്ള താരങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുകൂടി ഈ റയൽ മാഡ്രിഡ് ജേണൽ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഏതായാലും വിനീഷ്യസ് ജൂനിയറോടാണ് ക്ലബിനകത്തെ താരങ്ങൾക്ക് താല്പര്യം. അദ്ദേഹത്തെയാണ് ഒരു ലീഡറായി കൊണ്ട് താരങ്ങൾ ഫോളോ ചെയ്യുന്നത്. കിലിയൻ എംബപ്പെ വന്നതോടുകൂടി ഇതിനെല്ലാം തകരാർ സംഭവിച്ചു എന്നാണ് ക്ലബിനകത്തുള്ള താരങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.